ഹലോ ഓൾ വെൽക്കം ടു കാത്തൂസ് മീഡിയ. ഇന്ന് നമ്മൾ HSA സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പാരസിറ്റിക് പ്രോട്ടോസോയിൻസ് എന്ന ടോപ്പിക്കിലെ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പാരസിറ്റിക് പ്രോട്ടോസോയിൻസ്? മറ്റ് ജീവജാലങ്ങളുടെ സെൽസിൽ അല്ലെങ്കിൽ ടിഷ്യൂസിൽ ഇൻവേഡ് ചെയ്ത്, അതായത് കടന്നു ചെന്ന് അവിടെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന പ്രോട്ടോസോയിൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരസിറ്റിക് പ്രോട്ടോസോയിൻസ് എന്ന് വിളിക്കുന്നത്. അത് പാരസിറ്റിക് ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഓർഗാനിസത്തിൽ നിന്നാണ് ഈ പാരസിറ്റിക് പ്രോട്ടോസോയിൻസ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാരസിറ്റിക് ആയത്. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്റ്റൈനൽ അമീബ എന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ ഓഫ് മാൻ. മനുഷ്യൻ്റെ ലാർജ് ഇൻഡസ്റ്റൈനിലാണ് കാണുന്നത്, അതായത് വൻകുടൽ. മോർഫോളജി 3 സ്റ്റേജസ് ഉണ്ട് മോർഫോളജിക്കലായിട്ട്: ട്രോഫോസൂയിഡ്സ്, പ്രീസിസ്റ്റ് ആൻഡ് സിസ്റ്റ്. ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത് മച്വർ ക്വാഡ്രിന്യൂക്ലിയേറ്റ് സിസ്റ്റ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അത് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ്. ഇതന്നെ ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ 2 പ്രോസസ്സസ് നടക്കുന്നുണ്ട്: എക്സിസ്റ്റേഷനും എൻസിസ്റ്റേഷനും. എക്സിസ്റ്റേഷൻ എന്ന് വെച്ചാൽ സിസ്റ്റ് വാള് ബ്രേക്ക് ചെയ്യുന്നു, അത് നടക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. എൻസിസ്റ്റേഷൻ എന്ന് വെച്ചാൽ സിസ്റ്റ് ഫോർമേഷനാണ്. സിസ്റ്റ് ഫോർമേഷൻ നടക്കുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിലും. ഇനി മോർഫോളജി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, സിസ്റ്റിക് ഫോം. സിസ്റ്റിക് ഫോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 to 20 മൈക്രോമീറ്റേഴ്സ്. ക്വാഡ്രി ന്യൂക്ലിയേറ്റ് കണ്ടീഷനാണ്. ഗ്ലൈക്കോജൻ മാസ് പ്രസൻ്റ് ആണ്. റൗണ്ട് ഓർ ഓവൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആണ് ഏത് സിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്. സിസ്റ്റിക് ഫോമിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. സിസ്റ്റ് വാൾ, പ്ലാസ്മ ലെമ, ക്രോമാറ്റിഡ് ബോഡീസ്, ഗ്ലൈക്കോജൻ വെസിക്കിൾസ് ഇത്രയും പ്രസൻ്റ് ആണ്. ട്രോഫോസൂയിറ്റ് ഓർ മാഗ്ന ഫോം. സൈസ് 10 to 60 മൈക്രോമീറ്റേഴ്സ്. മോട്ടൈൽ ഫോമാണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സ്യൂഡോപോഡിയ ആൻഡ് ഇറ്റ് ഈസ് ദ ആക്റ്റീവ് ആൻഡ് ഫീഡിംഗ് ഫോം. Structure of trophozoite. Here the cytoplasm is differentiated into outer ectoplasm and inner endoplasm. സൈറ്റോപ്ലാസത്തിന് ഡിഫറൻസിയേഷൻ ഉണ്ട്, എക്ടോപ്ലാസം എന്നും എൻഡോപ്ലാസം എന്നും. എൻഡോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഫുഡ് വാക്യൂൾസ് ഉണ്ട്, ഇൻജസ്റ്റഡ് RBC ആൻഡ് ഇൻജസ്റ്റഡ് ബാക്ടീരിയ പ്രസൻ്റ് ആണ്. ദെൻ പ്ലാസ്മ ലിമ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്യൂഡോപോഡിയ ഈസ് ഓൾസോ പ്രസൻറ്റ്, എ സിംഗിൾ ലാർജ് സ്യൂഡോപോഡിയം ദാറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. തേർഡ് മോർഫോളജിക്കൽ ഫോമാണ് പ്രീസിസ്റ്റിക് ഓർ മൈന്യൂട്ട ഫോം. സ്ട്രക്ചർ റിസംബിൾസ് ദ ട്രോഫോസൂയിറ്റ് ബട്ട് സ്മോളർ ഇൻ സൈസ്. ട്രോഫോസൂയിറ്റിനോട് സിമിലാരിറ്റി ഉള്ള സ്ട്രക്ചറാണ്, പക്ഷേ അതിലും ചെറുതാണ്. ഫുഡ് വാക്യൂൾസ് ആബ്സെൻ്റ് ആണ്. ലാർജ് ഇൻഡസ്റ്റൈനിൻ്റെ ലൂമനിലാണ് കാണുന്നത്. പിന്നീട് അത് മാഗ്ന ഫോം, അതായത് ട്രോഫോസൂയിറ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ടിഷ്യൂസിലേക്ക് ഇൻവേഡ് ചെയ്യും. അങ്ങനെ ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യും. പ്രീസിസ്റ്റിക് ഓർ മൈന്യൂട്ട ഫോം. പ്ലാസ്മ ലെമ പ്രസൻ്റ് ആണ്. എൻഡോപ്ലാസം വിത്ത് ന്യൂക്ലിയസ് ആൻഡ് സ്യൂഡോപോഡിയം. ഇനി നമുക്ക് എൻറ്റമീബയുടെ ലൈഫ് സൈക്കിൾ പഠിക്കാം. അപ്പോൾ എൻറ്റമീബയുടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ്. അതിൽ സിസ്റ്റ് കാണും. സിസ്റ്റ് മൗത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ആ സിസ്റ്റിന് എന്ത് സംഭവിക്കുന്നു? എക്സിസ്റ്റേഷൻ സംഭവിക്കുന്നു. എക്സിസ്റ്റേഷൻ മീൻസ് റിമൂവൽ ഓഫ് ദി സിസ്റ്റ് വാൾ. സിസ്റ്റ് വാൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഡിവിഷൻ നടന്ന് ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് മെറ്റാസിസ് ഫോം ചെയ്യുന്നു. ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റീവ് ആണ്. അത് സ്മോൾ ഇൻറ്റസ്റ്റൈനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ട് അത് 8 ന്യൂക്ലിയേറ്റഡ് ട്രോഫോസൂയിഡ്സ് ആയിട്ട് ഡിവിഷൻ നടന്ന് വീണ്ടും 8 ന്യൂക്ലിയേറ്റഡ് ട്രോഫോസൂയിഡ്സ് ആയിട്ട് മാറുന്നു. ആ 8 ന്യൂക്ലിയേറ്റഡ് ട്രോഫോസൂയിഡ്സ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ടിഷ്യൂസിനെ ഇൻവേഡ് ചെയ്യുന്നു. ടിഷ്യൂസിനെ ഇൻവേഡ് ചെയ്യുമ്പോൾ അത് ലങ്സിനെയും ലിവറിനെയും ബ്രെയിനെ അഫക്റ്റ് ചെയ്ത് ബ്ലഡി ഡിസെൻട്രി ഉണ്ടാക്കുന്നു. അല്ല അമീബിക് ഡിസെൻട്രി ആയിട്ട് മാറുന്നു. അത് ബ്ലഡി ഡിസെൻട്രി ആകുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ദി ഡെത്ത് ഓഫ് ദി ഓർഗാനിസം. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുന്ന ട്രോഫോസൂയിഡ്സ് കോളൻ വഴി റിലീസ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റൂളിലൂടെ പുറത്തു വരുന്നു. അങ്ങനെ സ്റ്റൂളിലൂടെ പുറത്തു വരുന്ന സിസ്റ്റ് വീണ്ടും മൗത്തിലൂടെ എൻ്റർ ചെയ്യുന്നു കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി. അങ്ങനെ ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു.
Entamoeba causes amoebic dysentery or amoebiasis, and it completes its life cycle with a single host. So, it is monogenetic. പാത്തജെനിസിറ്റി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ദ പൊട്ടൻഷ്യൽ ഡിസീസ് കോസിങ് കപ്പാസിറ്റി ഓഫ് ദ പാത്തജൻ. ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഡിസീസ് കോസിങ് കപ്പാസിറ്റി. അപ്പോൾ അതുണ്ടാക്കുന്ന ഡിസീസസ് ആണ് അൾസറേഷൻ, ലിവർ അബ്സസ്, അമീബിക് ഡിസെൻട്രി. അമീബിക് ഡിസെൻട്രി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻഡസ്റ്റൈനൽ കനാലിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സ്റ്റൂളിലും മ്യൂക്കസും ആണ്. ഇൻഡസ്റ്റൈനൽ കനാലിൻ്റെ എപ്പിത്തീലിയൽ ആൻഡ് മ്യൂക്കോസൽ സെൽസിനെയാണ് ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത്. പ്രൊഫൈലാക്സിസ്, രോഗപ്രതിരോധം, പ്രോപ്പർ ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ, വാട്ടർ പ്യൂരിഫിക്കേഷൻ, വാഷിംഗ് അൺപീൽഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹാൻഡ് വാഷിംഗ്, അവോയ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഐസ് ക്യൂബ്സ് ഫ്രം അൺഹൈജീനിക് പ്ലേസസ്. അതായത് അൺഹൈജീനിക് ആയിട്ടുള്ള പ്ലേസസിൽ നിന്ന് നമ്മൾ വാട്ടറും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കൺസ്യൂം ചെയ്യാതിരിക്കുക. അതുപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ കുടിക്കാൻ യൂസ് ചെയ്യുക. ഐസ് ക്യൂബ്സിൻ്റെയൊക്കെ ഉപയോഗം അവോയ്ഡ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പ്രൊഫൈലാക്സിസ് മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോട്ടോസോനായ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പ്രോട്ടോസോനെ ഡിസ്കസ് ചെയ്യാം. See you all in the next video. Thank you.